അതെ, പറയാൻ ഏറെയുണ്ട്, പങ്കുവെക്കാനായി ആശങ്കയേറെയുണ്ട്. പുസ്തക സഞ്ചിയും ജീവിത സ്വപ്നവുമായി ഞങ്ങൾ പൊരുതി മുന്നേറും. താങ്ങായി പ്രചോദനമായി ദാനവും ശീലവും ഞങ്ങൾക്ക് നൽകിയ ഗുരുക്കന്മാർ അരുളിയ പൊരുളുണ്ട്. സർവോപരി കൽപ്പകക്കന് മധുരം പകർന്ന മലയാള നാടുണ്ട്. അതെ, ദൈവാനുഗ്രഹം വേണ്ടുവോളമുള്ള മലയാള നാട്. വഴിവെട്ടേണ്ടവർ കുഴിവെട്ടിയപ്പോൾ അതിൽ വീഴാതിരിക്കാൻ പ്രകാശം ചൊരിഞ്ഞ് ഇവിടെ ബാലഗോകുലമുണ്ട്. അതെ, ഈ മണ്ണിൽ എന്നും ഓണമാണ്. ആഹ്ലാദിച്ചാഘോഷിക്കാനാണ് ഈശ്വരൻ തന്ന ഈ ബാല്യം. കൽപ്പക വൃക്ഷക്കനി മധുരം പകർന്ന മലയാള ഭാഷയുണ്ടെനിക്ക്. കുഞ്ഞുമുഖങ്ങളിൽ വിരിയുന്ന മധുര മന്ദഹാസം നമ്മൾ ഒന്നാണെന്നുള്ള ദിവ്യസത്യം
വിളിച്ചോതുന്നു. കുട്ടികൾക്കൊന്നോളമാകാതെ നക്ഷത്രലോകം തുറന്നു. കൃഷ്ണനീലാംബര പുസ്തകത്താളിലെ അത്ഭുത പീലികൾ കണ്ടു. കുട്ടികൾക്കൊന്നോളമാകാതെ നക്ഷത്രലോകം തുറന്നു. കൃഷ്ണനീലാംബര പുസ്തകത്താളിലെ അത്ഭുത പീലികൾ കണ്ടു. ഇന്നു നിന്നു കേട്ട പുല്ലാങ്കുഴൽ വിളി തെന്നലിൽ സംഗീതനാദം. ഇന്നു നിന്നു കേട്ട പുല്ലാങ്കുഴൽ വിളി തെന്നലിൽ സംഗീതനാദം. സത്യത്തിന്റെ മംഗളശ്രീമംഗളാസം. നമ്മളൊന്നാണെന്ന ദിവ്യ സത്യത്തിന്റെ മംഗളശ്രീമംഗളാസം. മംഗളശ്രീമംഗളാസം. പങ്കിട്ടു പങ്കിട്ടു നൽകിയ ഈശ്വര സന്നിധാനം സന്നിധാനം മുന്നിലെത്തും. സന്നിധാനം മുന്നിലെത്തും. കുട്ടികൾക്കൊന്നോളമാകാതെ നക്ഷത്രലോകം തുറന്നു. മനോഹര ഹരിത വനികയിലാരുത്തിയിട്ടു. കുളി പകർന്നു പകർന്നു നൽകിയ പുഴകൾ പറ്റിച്ചു. മയിലുകൾ തിരുനടനമാടിയ മല നശിപ്പിച്ചു. കതിർമണികൾ കാറ്റിലാടിയ വയൽ നശിപ്പിച്ചു.
പാപങ്ങളെല്ലാം ചുട്ടരിച്ചു നീ. ആദിപൈതൃക പാതകളെല്ലാം വെട്ടി നിരത്തി നീ. ആത്മബോധ പോകണമെല്ലാം ചുട്ടരിച്ചു നീ. ആരു നിന്റെ ഗുരു, ഏതു നിന്റെ കുലം? ആരു നിന്റെ ഗുരു, ഏതു നിന്റെ കുലം? ഏതു മാനവ നേതൃമാതൃകയെ കെടുത്തു നീ. ഏതു നീതി പൊരുളിൽ നിന്റെ കിരാത സങ്കല്പം. ഏതു ചെങ്കോ കടലിൽ നിന്റെ ഇരുണ്ട കാടത്തം. ഏതു ചെങ്കോ കടലിൽ നിന്റെ ഇരുണ്ട കാടത്തം. ധിഷ്ണാശാലികളായ ഋഷിവര്യന്മാരുടെ പാരമ്പര്യമുള്ളവരാണ് ഞങ്ങൾ. പ്രകാശത്തിൻ്റെ നാട്ടിലാണ് ഞങ്ങളുടെ ജനനം. ആർക്കും നശിപ്പിക്കാൻ കഴിയാത്ത ആത്മശക്തി ഞങ്ങളിലുണ്ടെന്നറിയുക. എന്റെ ഋഷിവര പുണ്യദീപം നാവിലുണ്ടെങ്കിൽ, എന്റെ മഹിത പുരാണ ശംഖം യോനിലുണ്ടെങ്കിൽ, എന്റെ ഋഷിവര പുണ്യദീപം നാവിലുണ്ടെങ്കിൽ, എന്റെ മഹിത പുരാണ ശംഖം യോനിലുണ്ടെങ്കിൽ, നെഞ്ചിലൊരു പിടി ദേശസ്നേഹം ബാക്കിയുണ്ടെങ്കിൽ, ഇല്ല ഞങ്ങൾ തോൽക്കുന്നില്ലെന്നുറക്കെ ചൊല്ലാം. ഇല്ല ഞങ്ങൾ തോൽക്കുന്നില്ലെന്നുറക്കെ ചൊല്ലാം. ചോര കൊണ്ട് ചരിത്രമെഴുതിയ നാടാണ് ഭാരതം. ഇന്ന് ഈ കാണുന്ന സമൃദ്ധ ഭാരതത്തിന്റെ അടിത്തറ ലക്ഷങ്ങളുടെ ജീവത്യാഗമാണ്. ചോര പൂക്കും. അതിന്റെ ഗന്ധം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ആവേശത്തെ ജ്വലിപ്പിക്കും. ഭാരത് മാതാ കീ ജയ്. എന്റെ നാടിന്റെ മഹത്തായ സ്വാതന്ത്ര്യം എങ്ങനെ നേടിയെന്നാണ് ചൊല്ലിത്തരും. എന്റെ നാടിന്റെ മഹത്തായ സ്വാതന്ത്ര്യം എങ്ങനെ നേടിയെന്നാണ് ചൊല്ലിത്തരും. എത്ര കനൂകരം നാട്ടികൾ തോക്കുകൾ, എത്ര സാക്ഷിത്വം വഹിച്ച പോരാളികൾ, മൃത്യുഞ്ജയത്തിന്റെ വീരമന്ത്രങ്ങളിൽ നിർഭയം മുന്നേറി രാജ്യം നയിച്ചവർ, നിർഭയം മുന്നേറി രാജ്യം നയിച്ചവർ. അതെ, ചോരച്ചാലിൽ ചവിട്ടിയാണ് നാം മുന്നേറിയതെന്നറിയുക. സുജലയും സുഫലയും സസ്യശ്യാമളവുമായ സമൃദ്ധ ഭാരതം രചിക്കാൻ മുന്നിട്ടിറങ്ങേണ്ടത് നമ്മളാണ്. ഈ നാടിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഒരു പോറൽ പോലും ഏൽക്കാൻ അനുവദിക്കരുത്. അതെ, അമ്മയ്ക്ക് കാവലാളാവുക, ധീര വീര ഭടന്മാരാവുക. സ്വരമേഴുമൊഴുകുന്ന സപ്തവർണ്ണങ്ങളെ വരവേറ്റ കൽപ്പകത്തണലിൽ. സ്വരമേ
വിശ്വദർശക സൂര്യചന്ദ്രികകൾ എന്നുമെന്നും പരിലസിക്കണമെന്റെ ഗോകുലമേ. എന്റെ വഴിയിൽ വിശ്വദർശക സൂര്യചന്ദ്രികകൾ എന്നുമെന്നും പരിലസിക്കണമെന്റെ ഗോകുലമേ. സ്നേഹസാഗരമിരളിലുണരും ബാലഗോകുലമേ. ഭാരതോറി അമ്മയാകുമ ദയ്യഗോകുലമേ. ബാലഗോകുലമേ, ജീവഗോകുലമേ, ജ്ഞാനഗോകുലമേ, ബാലഗോകുലമേ, അഭിമാനഗോകുലമേ. അതെ, ഈ നാടിൻ്റെ പാരമ്പര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഊർജം ഉൾക്കൊണ്ടാണ് ഇവർ വളരുന്നത്. ശ്രീ ശങ്കരാചാര്യരും സ്വാമി വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും തുടങ്ങി നിരവധി ഋഷിതുല്യരായ ഗുരുക്കൾ കാണിച്ചു തന്ന വഴികളിലൂടെ ഇവർ വളരുന്നു. ഈ അമ്മയെ വിശ്വഗുരുവായി വളർത്താൻ അധ്യാപകരും വിദ്യാർത്ഥികളും ശാസ്ത്രജ്ഞന്മാരും കർഷകരും ജവാന്മാരും കലാസാഹിത്യ പ്രതിഭകളും എന്നു വേണ്ട എല്ലാ ജനവിഭാഗങ്ങളും അധ്വാനിക്കുകയാണ്. അതെ, 2047 വികസിത ഭാരത സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാം. ഉത്തമ പൗരന്മാരെയും ധീരദേശാഭിമാനികളായ സിംഹക്കുട്ടികളെയും ഈ നാടിന് നൽകാൻ ബാലഗോകുലത്തിനേ കഴിയും. അതെ, അത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. നമുക്ക് ഉച്ചത്തിൽ പ്രതിജ്ഞ ചെയ്യാം.